ഹായ് മക്കളെ, ഏക്കെയാണ്. എടാ, സെക്കൻഡ് ചാപ്റ്ററിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയാണ്, നാളെ കൃത്യം 7 മണിക്ക് ഞാൻ ലൈവിൽ വരുന്നുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ. ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നോക്കൂ, 9ാം ക്ലാസ്സിലെ ഏറ്റവും വലിയ പ്രശ്നം പ്രോബ്ലംസ് ചെയ്യാനുള്ളത് തന്നെയാണ് അല്ലേ. അപ്പൊ നാളെ ഞാൻ പ്രോബ്ലംസ് ഓറിയന്റഡ് ആയ ക്ലാസ് എടുക്കാൻ പോകുന്നത്. വേറെ ഒന്നും എടുക്കാനല്ല, 2ാം ചാപ്റ്ററിൽ പ്രോബ്ലംസ് തന്നെയാണുള്ളത്. അപ്പോൾ എല്ലാവരും നാളെ വരണം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ട് വരാൻ ചാൻസ് ഉള്ള ചോദ്യം പഠിപ്പിക്കാൻ പോവാണ്. അതെന്താ ഞാൻ ഉറപ്പായിട്ട് വരും എന്ന് പറയുന്നത് അറിയാവോ? ഉറപ്പായിട്ട് വരും. കാരണം ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോബ്ലം മസ്റ്റ് ആയിട്ട് എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. V = U + AT പഠിച്ചിട്ടുണ്ട്. 1ാം ചലന സമവാക്യം. രണ്ടാമത്തത് S = UT + ½ AT². മൂന്നാമത്തത് V² = U² + 2AS. ഇത് 3 നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇത് മസ്റ്റ് ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് ഏത് ഉപയോഗിക്കണം എന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം അല്ലേ. ചോദ്യം കൃത്യമായിട്ട് വായിക്കാം. A ball is gently dropped from a height of 20 meter. എന്താ പറഞ്ഞത്? ഒരു ബോൾ 20 മീറ്റർ ഉയരമുണ്ട്. ഒരു ബിൽഡിംഗ് എന്ന് വിചാരിച്ചാൽ മതി. അതൊന്നും താഴോട്ടേക്ക് ഇടുകയാണ്. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി. എന്നിട്ടോ താഴേക്ക് പതിക്കുന്നു. If its velocity increases uniformly at the rate of 10 meter/second². അതായത് താഴേക്ക് പതിക്കുന്ന സമയത്ത് അതിൻ്റെ ത്വരണം ആനുപാതികമായിട്ട് ഉയരുന്നുണ്ട്. എത്ര വെച്ചിട്ടാണ്? 10 meter/second² വെച്ചിട്ടാണ് അല്ലേ. meter/second² കണ്ടാൽ ഉറപ്പിക്കുക അത് ത്വരണമാണ് അല്ലെങ്കിൽ ആക്സലറേഷൻ ആണ്. എല്ലാവർക്കും അറിയാം. വിത്ത് വാട്ട് വെലോസിറ്റി വിൽ ഇറ്റ് സ്ട്രൈക്ക് ഓൺ ദ ഗ്രൗണ്ട്? അതായത് ബോളിന്ന് താഴോട്ടേക്ക് ബോൾ ഇങ്ങനെ വന്നിട്ട് താഴെ ഗ്രൗണ്ടിൽ വീഴുമല്ലോ. ഗ്രൗണ്ടിൽ വീഴുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രവേഗം എത്രയാണ്? വെലോസിറ്റി എത്രയാണ്? അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മുകളിൽ നിന്ന് താഴോട്ടേക്ക് വീഴുകയാണ് അല്ലേ. അപ്പോൾ വീഴുന്ന സമയത്ത് ഒരു വെലോസിറ്റി, താഴെ പതിക്കുന്ന സമയത്ത് വേറൊരു വെലോസിറ്റി. 2 വെലോസിറ്റി ഉണ്ടാവും. ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ കാണാൻ പോകുന്നത്? നമ്മൾ കാണാൻ പോകുന്നത് ബോളിന്റെ ഫൈനൽ വെലോസിറ്റി അല്ലേ. ബോള് വിടുമ്പോൾ വെലോസിറ്റി 0 ആയിരിക്കും. ആദ്യ പ്രവേഗം 0 ആയിരിക്കും. താഴെ വന്ന് പതിക്കുമ്പോൾ ഇല്ല. അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. കൂടെ എന്തുകൂടി ഉണ്ട്? ആഫ്റ്റർ വാട്ട് ടൈം വിൽ ഇറ്റ് സ്ട്രൈക്ക് ഓൺ ദ ഗ്രൗണ്ട്? സമയം കൂടി കണ്ടുപിടിക്കാനുണ്ട്. എത്ര സമയം കൊണ്ട് താഴെ വന്ന് വീഴുന്നതും പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാമല്ലോ. നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യാം. ഏതൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് എഴുതി വെക്കാം. ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എടാ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് S ആയിട്ടാണ് നമ്മൾ ഇന്ന് കൂട്ടുന്നത്. ഹൈറ്റിനെ ഉപയോഗപ്പെടുത്താം. ഓർത്ത് വെച്ചോളൂ, ഹൈറ്റ് കണ്ട നിങ്ങൾ എന്താ എഴുതുന്നത്? S എഴുതണം. ഡിസ്പ്ലേസ്മെന്റ്. ത്വരണമുണ്ട്. എത്രയാണ്? ആക്സലറേഷൻ 10 meter/second² ആണ്. അത് നമുക്കറിയാം. പിന്നെ നമുക്ക് എന്തെങ്കിലും അറിയാവോ? അറിയാമല്ലോ. ബോൾ താഴോട്ടേക്ക് വീഴുകയാണ്. അപ്പോൾ ആദ്യ പ്രവേഗം U, ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? V ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അന്ത്യപ്രവേഗമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കൂടാതെ 2ാമത്തെ ഇക്വേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമയവും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കടാ, V കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? V കണ്ടുപിടിക്കാൻ ആരൊക്കെ ഉണ്ട്? U ഉണ്ട്, A ഉണ്ട്, S ഉണ്ട്. അപ്പൊ നമുക്ക് V ഉപയോഗപ്പെടുത്താൻ V = U + AT പറ്റുമോ? U + AT പറ്റൂല. കാരണം ടൈം ഉണ്ടെങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ടൈമുള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അല്ലേ. 2ാമത്തെ ഇക്വേഷൻ ഏതാണ്? S = UT. അവിടെയും ടൈം ഉണ്ട്. അപ്പൊ അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതായിരിക്കും? 3ാമത്തെ ഇക്വേഷൻ നോക്കാം. V² = U² + 2AS. ഇതിൽ ആരില്ല? ടൈം ഇല്ലല്ലോ. ക്ലിയർ അല്ലേ? സോ ടൈം ഇല്ല എങ്കിൽ നമ്മൾ ടൈം ഇല്ലാത്ത ഇക്വേഷൻ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് കിട്ടും V² = എത്രയാണ്? U എന്ന് പറഞ്ഞാൽ 0 ആണ്. 0² + 2 × A എത്രയാണ്? 10 ആണ്. 10 × S എത്രയാണ്? 20 ആണ്. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? V² എന്ന് പറഞ്ഞാൽ 2 × 10 × 20, അതായത് 20 × 20 400 അല്ലേ കിട്ടുക? 400 കിട്ടും അല്ലേ. അപ്പോൾ V² 400 ആണെങ്കിൽ V എന്തായിരിക്കും? V എന്ന് പറഞ്ഞാൽ √400 ആയിരിക്കും.
√400 എത്രയാണ് ഉത്തരം? തീർച്ചയായിട്ടും 20. അപ്പോൾ 20 m/s² ആയിരിക്കും നമ്മുടെ എന്ത് അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി. കിട്ടിയോടാ? കിട്ടിയോ? ക്ലിയർ അല്ലേ? ഇനി എന്താ കാണാൻ പറഞ്ഞത്? ടൈം കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ ഇവിടെ നമുക്ക് എങ്ങനെ ടൈം കണ്ടുപിടിക്കാം? ടൈം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, യു ഉണ്ട്, എയും ഒക്കെ. എയും യുയും വിയും ടിയുള്ള ഇക്വേഷൻ അല്ലേ? ഏതാ ഇക്വേഷൻ? നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാലോ. ശ്രദ്ധിച്ചോ, എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി നമ്മുടെ കയ്യിലില്ലേ? ഇല്ലേ? നമുക്ക് എ അറിയാം, വിയും അറിയാം, യു. അപ്പോൾ ടി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ടി കാണാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ടി ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? എ ഇൻറ്റു ടി സമം വി മൈനസ് യു എന്ന് കിട്ടും. എനിക്ക് ടി അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? എനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലേ? അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടുന്ന് എ ഇങ്ങോട്ട് വന്നാൽ എന്തായാലും മാറും? ഇൻറ്റു എ ആണ്. ഇങ്ങോട്ടും എന്തായാലും മാറും? ഡിവൈഡഡ് ബൈ എ ആയിട്ട് മാറും. കഴിഞ്ഞു. സോ നേരെ ഇക്വേഷൻ ഉപയോഗപ്പെടുത്താം. ഏതാ ഇക്വേഷൻ? ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ ആണ് അല്ലേ? സോ എത്രയാണ് വി? ഇപ്പം നമുക്ക് കിട്ടി. എത്രയാണ്? 20 മൈനസ് യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം 0 ആണ്. എ എത്രയായിരുന്നു? 10 ആണ്. ശരിയല്ലേ? സോ നമുക്ക് 20/10 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 2 സെക്കൻഡ്. ക്ലിയർ? കിട്ടിയോ? സെറ്റ് അല്ലേ? സോ നമുക്ക് സമയവും കണ്ടുപിടിക്കാൻ സാധിച്ചു, അതേപോലെ തന്നെ ഫൈനൽ വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ സാധിച്ചു. മക്കളെ, ഇതേപോലെ ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കും. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചതാണ്. സെക്കൻഡ് ചാപ്റ്ററും ഭംഗിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. എല്ലാവരും നാളത്തെ ലൈവിൽ വരണം. ഒരു കാര്യം കൂടി ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണ്. നാളത്തെ ലൈവിന് ശേഷമുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് ഇതേപോലുള്ള ചോദ്യങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് പ്രോബ്ലംസുമായിട്ട് ഞാൻ നിങ്ങളെ കൂടെ എല്ലാ ദിവസവും ഉണ്ടാവും. അതായത് എല്ലാ ദിവസവും ഒരു കണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് മാറും. സോ ആ ഒരു സീരീസ് നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ? നമുക്ക് എന്ത് ചെയ്യാം? ലൈവിൽ കാണാം കേട്ടോ. ഫ്രണ്ട്സിനോട് പറയണേ. ലൈവിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ? സോ സീ യു നെക്സ്റ്റ് ലൈവ്. ബൈ.